ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സൺഡേയിലത്തെ ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. കുക്കിംഗ് ഒന്നുമില്ല, ഇത് ക്ലീനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുക്കിംഗ് വീഡിയോ ഞാൻ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീനിങ് തുടങ്ങിയത്. 2-3 ദിവസം തുടച്ചിട്ട് അടിച്ചു വരുന്ന എപ്പോഴും അടിച്ചു വരാറുണ്ട് കേട്ടോ. പക്ഷെ തുടക്കാൻ കുറച്ച് അധികം ഉള്ളതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, ചെറിയൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ തുടക്കാറുള്ളൂ. ഇപ്പോൾ 2-3 ദിവസമായി തുടച്ചിട്ട്. പിന്നെ അങ്ങനെ വലിയ മണ്ണൊന്നുമില്ല. ഇവിടെയാണെങ്കിൽ മുന്നോട്ട് കളിക്കുന്നത് കൊണ്ട് പുറത്തുനിന്ന് സിമെൻറ്റൊക്കെ കൊണ്ടിടും ഇങ്ങനെ. അതുകൊണ്ട് മാത്രം ഇവിടെ കുറച്ച് മണ്ണൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ളിലൊന്നും അങ്ങനെ വലിയ മണ്ണൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും അടിച്ചു വാരി തുടക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുന്നോട്ട് കളിച്ച് സ്റ്റെപ്പിലായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണെങ്കിൽ കയറി ഇത് അകത്തോട്ട് എത്തിയിട്ടുണ്ട്. മണ്ണും ഇതിൻ്റെ കൂടെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പുറത്താണെങ്കിൽ ഒരു പയർ ചെടി നട്ടതുകൊണ്ട് എപ്പോഴും അത് നോക്കലും അവന് മണ്ണിടലും, പിന്നെ കുറേ മണ്ണെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും, വെള്ളം എടുത്ത് കലക്കും. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഹോബി. പിന്നെ ഞാൻ വിചാരിക്കും നാട്ടിൽ വന്നാലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. ഞങ്ങളൊക്കെ പണ്ടൊക്കെ എത്ര മണ്ണിൽ കളിച്ചതാണ്. എൻ്റെ പ്രായത്തിലാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ കുറേ സമപ്രായക്കാരുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഏജ് വ്യത്യാസം 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം അത്രേ ഉള്ളൂ. പക്ഷെ ഒത്തിരി പേരുണ്ടായിരുന്നു. മുത്തപ്പൻ്റെ മക്കൾ, മൂത്തമ്മേരെ മക്കൾ, പിന്നെ ഇളയപ്പൻ്റെത്, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ കളിയിൽ ഉസ്താദുമാരായിരുന്നു കേട്ടോ. മണ്ണിലും പിന്നെ പറങ്കായിൻ്റെ മുകളിൽ, അയ്യോ പറയണ്ട, അതൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ആലോചിക്കാറുണ്ട് കേട്ടോ. ആ ഒരു പ്രായം നമുക്ക് ഇനി കിട്ടില്ലല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നു എന്നറിയോ. അതൊരു വല്ലാത്തൊരു കാലമായിരുന്നു. ഞങ്ങളാണെങ്കിൽ കളിക്കുമ്പോൾ വീട് വെക്കും, കളിക്കുന്ന വീടില്ലേ, അപ്പോൾ കുഞ്ഞു വീട് വെക്കും. അതിനകത്ത് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും, നിൽക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനത്തെ 2-3 വീട് വെച്ചിട്ടാണ് ഞങ്ങളെ കളി. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്ന് പോവൽ. പിന്നെ വിരുന്ന് വരുമ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കും കേട്ടോ. മണ്ണൊക്കെ ഇങ്ങനെ അരിപ്പയൊക്കെ കൊണ്ടുവന്നിട്ട് അരിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല ലൂസാക്കി എടുത്തിട്ട് ഒരു ചട്ടിയൊക്കെ സംഘടിപ്പിച്ചിട്ട്, കുഞ്ഞു ചട്ടി കേട്ടോ, കളിക്കുന്ന ചട്ടിയൊക്കെ സംഘടിപ്പിച്ചിട്ട് അതിൽ ദോശയൊക്കെ ഉണ്ടാക്കും. പിന്നെ എന്തേലേക്ക് വെച്ചിട്ട് കറി ഉണ്ടാക്കും. അതൊക്കെയോ എനിക്കിപ്പോൾ കഴിഞ്ഞ പോലെ തോന്നുന്നു. മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളാണ് കേട്ടോ അതൊക്കെ. പിന്നെ പറങ്കിയാങ്ങൻ്റെ സീസൺ ആണെങ്കിൽ നമ്മളെപ്പോഴും പറങ്കിയാങ്ങൻ്റെ മരത്തിൻ്റെ കൊമ്പത്തായിരിക്കും കേട്ടോ. എപ്പോഴും ഏകദേശം അതിൽ തന്നെയാണ്. അതിൻ്റെ സീസൺ ആവണമെന്നൊന്നുമില്ല, കാരണം നമുക്ക് അതിലാണ് കയറാൻ പറ്റുന്നത്. ഒരു മരം കയറി ആയിരുന്നു എന്നൊക്കെ പറയാം പണ്ട്. അതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല നമുക്ക് കിടക്കാൻ പറ്റിയ കൊമ്പൊക്കെ ഉണ്ടാവും. കയറി മുകളിൽ ഞങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് വെക്കും. അങ്ങനെ ഒരു പറങ്കിയാവിൽ തന്നെ ഒരു 3-4 വീടുണ്ടാവും കേട്ടോ. ഇങ്ങനത്തെ കൊമ്പിൽ നമുക്ക് കിടക്കാൻ പറ്റിയത് മാത്രം ഒരു വീട്. പിന്നെ അവിടെ നമ്മൾ കുക്കിംഗ് ഒന്നും ചെയ്യത്തില്ല, അവിടെ ഇങ്ങനെ കിടന്നിട്ടുള്ളൊരു കളി. പിന്നെ പുസ്തകമൊക്കെ വായിക്കാൻ പറഞ്ഞാൽ ഉള്ള തട്ടിപ്പാണ്. പുസ്തകം എടുത്തുകൊണ്ട് ഈ പറങ്കിയാവിൻ്റെ മുകളിൽ കയറിയിട്ട് കുത്തിരിക്കും. എന്നിട്ട് പറയും ഇവിടുന്ന് പഠിക്കുന്നതെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല തട്ടിപ്പുകളാണ് ഞാൻ നടത്തിയിട്ടുള്ളത് ഗൈസ്. പിന്നെ ആണെങ്കിൽ എൻ്റെ അമ്മ ദിനേശിലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ പോയാൽ അമ്മ 6 മണിക്കേ വരൂ. അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ വിട്ടിട്ട് വന്നാൽ നമ്മളെ വീട്ടിൽ ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല. താഴെ ലീലേട്ടൻ്റെ വീട്ടിലായിരുന്നു ടി വി ഉണ്ടായിരുന്നത്. അപ്പോഴാണെങ്കിൽ ടി വി കാണാനൊരു പ്രാന്തായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ടി വി പോലും നോക്കാറില്ല. എവിടെ ടി വി ഇല്ലെന്ന് പോലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഞാൻ ടി വി നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലത്തെ പണിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഓടിപ്പോട്ടോ ലീലേട്ടൻ്റെ ഇടയ്ക്ക്. അമ്മ വരുന്നതിന് മുമ്പ് തിരിച്ചു വരും വേണം. ഒന്ന് കഴിയുന്നത്ര കുറച്ച് എന്തെങ്കിലും നോക്കും അവിടെ ഇരുന്നിട്ട്. എന്നിട്ട് അമ്മ അതിലേ വരുന്ന കാണുമ്പോൾ ഞങ്ങൾ ഓടും. അതൊക്കെ എനിക്ക് ഇപ്പോഴും സത്യമായിട്ട് ആ ഓടുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ കാണുന്നുണ്ട്. അമ്മ വരുന്നതിന് മുമ്പ് വീട്ടിലെത്തണം, ആ ലക്ഷ്യത്തിലൊക്കെ ഞങ്ങൾ ഓടിപ്പോട്ടോ. പിന്നെ രാത്രി നമ്മൾ അയ്യപ്പ സ്വാമി എന്നിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആ സീരിയൽ ഉണ്ടായിരുന്നത് കേട്ടോ. 9:30 ഞങ്ങളെല്ലാവരും രാത്രി പോകട്ടോ അവിടേക്ക് നോക്കാൻ വേണ്ടിയിട്ട്. അത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. മൂത്തമ്മ, ഞങ്ങൾ എല്ലാവരും നോക്കാൻ പോവാറുണ്ട്. പിന്നെ അച്ഛനുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ദൂരെയൊക്കെ സിനിമ കാണാനൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അച്ഛൻ പോയതോടുകൂടി പിന്നെ രാത്രി പോക്ക് നിർത്തിയിട്ടുണ്ട് കേട്ടോ. രാത്രി പിന്നെ പോവാറൊന്നുമില്ല. ലീലേട്ടൻ്റെ ഇടയ്ക്ക് പോവും. പിന്നെ വേറെ അങ്ങ് ദൂരമൊന്നും
എവിടെയും പോകത്തില്ല കേട്ടോ സിനിമ കാണാനൊന്നും. കാരണം രാത്രി പോയെങ്കിൽ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. പിന്നെ ആണെങ്കിൽ നമ്മൾ പകലൊക്കെ പോവാറുണ്ട്, സൺഡേ ഒക്കെ നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാറൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ തിയേറ്ററിലൊന്നും അല്ല കേട്ടോ, ആരെങ്കിലും വീട്ടിൽ. അത് നമ്മൾ എത്രയോ ആഗ്രഹിച്ചിട്ട് വീട്ടിലത്തെ പണിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് നമ്മളൊരു 15 മിനിറ്റൊക്കെ നടന്നിട്ടായിരിക്കും സിനിമ കാണാൻ പോകുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ കറണ്ട് പോവും. എൻ്റെ അമ്മോ, അങ്ങനത്തെയൊക്കെ കുറേ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ കറണ്ട് പോയിട്ട് വരാത്ത ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പോയിട്ട് അതേപോലെ തിരിച്ചു വന്ന ദിവസവും ഉണ്ടായിട്ടുണ്ട്. സത്യമായിട്ടും എനിക്കിപ്പോൾ സങ്കടമാകുന്നത് അതിൽ ഓർക്കുമ്പോൾ. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. സിനിമകളോടൊക്കെ കുറച്ച് നാൾ മുമ്പ് വരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് കുറച്ച് ഇഷ്ടം കുറഞ്ഞ പോലെയൊക്കെ തോന്നുന്നു. ഇപ്പം അങ്ങനെ സിനിമ നോക്കാൻ പോവാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ. മുമ്പൊക്കെ ആണെങ്കിൽ ഒരുപാട് സിനിമകൾ കാണാൻ പോവാറുണ്ട്. ഇപ്പോൾ സിനിമയൊന്നും കാണാൻ പോവാറില്ല. ഇപ്പോൾ ഉദംപൂരാണെങ്കിൽ അവിടെ ഹിന്ദി സിനിമയല്ലേ കാണത്തുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഹസ്ബൻഡ് വലിച്ചുകൊണ്ട് പോവാണ്, വാന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് പോണത്. എനിക്കൊരു താല്പര്യം ഉണ്ടായിട്ടൊന്നും പോകുന്നതല്ല. പിന്നെ കുറേ കണ്ടാകുമ്പോൾ നമുക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഹിന്ദി ആയതുകൊണ്ട് എനിക്കൊരു മടി. കാരണം എല്ലാ ഡയലോഗും നമുക്ക് മനസ്സിലാവില്ലല്ലോ. അതാലോചിച്ചിട്ടാണ് ഞാൻ ചിരിക്കേണ്ടതൊക്കെ എല്ലാവരും ചിരിക്കുമ്പോൾ വെറുതെ നമ്മൾ ചിരിക്കും. കാരണം നമുക്കത് മനസ്സിലാവുമൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വലിയ പോകാൻ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്നാലും നല്ല സിനിമയൊക്കെ വരുന്ന സമയത്ത് പോവാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അങ്ങനെ പണ്ടൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എത്തിയത് എന്നാണ്. ഇപ്പോഴാണെങ്കിലും ഇതേപോലെ ഒത്തിരി വിഷമിച്ച് ജീവിക്കുന്നവരൊക്കെ കണ്ടാൽ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും കേട്ടോ. അത് ഒന്നാമത് ഞാൻ ജീവിച്ച സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ഞാനിപ്പോൾ നാട്ടിൽ വന്നപ്പോൾ തന്നെ നമുക്ക് 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒന്നാണെങ്കിൽ ഞങ്ങൾ മിന്നൂട്ടിക്ക് പൂച്ച മാന്തിയിട്ടാകുമ്പോൾ ആസ്പത്രി പോയിട്ടുണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അവിടെ ഇഞ്ചക്ഷൻ വെച്ചിട്ട്. അത് വല്ലാത്തൊരു ഇഞ്ചക്ഷനാണ് കേട്ടോ. 4 ഇഞ്ചക്ഷൻ വെച്ചിട്ട് നമ്മൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ മുറിവിലേക്കുള്ള ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പരിചയപ്പെട്ടതാണ് കേട്ടോ. കുറച്ച് പ്രായമുള്ള ഒരു അമ്മയും അച്ഛനുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരെ കൂടെയാണെങ്കിൽ 2 ആൺമക്കളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവരെ കാണുമ്പോൾ വിചാരിച്ചു, ഇത്രയും പ്രായമുള്ളവർക്ക് ഇത്രയും ചെറിയ കുട്ടികളാണോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ അച്ഛൻ നമ്മളെടുത്ത് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. മോള് കരയണ സമയത്തൊക്കെ അവർ വന്നിട്ട് ചോദിച്ചു എന്താ പറ്റിയത്. അപ്പോൾ പൂച്ച മാന്തിയതാന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ അടുത്ത് നമ്മളും ചോദിച്ചു എന്താ പറ്റിയതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു പൂച്ച മാന്തിയതാന്ന് അവരും പറഞ്ഞു. പിന്നെ നമ്മൾ പൂച്ച മാന്തൽ ബന്ധമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോഴൊക്കെ മിന്നൂട്ടിക്ക് മുറിവിലേക്കുള്ള ഇഞ്ചക്ഷനും കൂടി എടുത്തു. പിന്നെയും പറഞ്ഞു 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ അവരുടെ അടുത്തും അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചിങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ പരിചയപ്പെട്ടു. അവരിങ്ങനെ നമ്മളെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് പോണത്, എവിടുന്നാണ് വന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടാകുമ്പോൾ പിന്നെ അവർ ഒരുപാട് സംസാരിച്ചു കേട്ടോ. കാരണം ഞാൻ അധികം സംസാരിക്കാത്തത് കൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ അധികം ചോദിച്ചിട്ടില്ല. എന്തോ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അധികമായിട്ട് ചോദിച്ചില്ല. പിന്നെ അച്ഛൻ നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോഴാണ് മനസ്സിലായത്. അപ്പം നിങ്ങളുടെ കുട്ടികളാണോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല, ആ അച്ഛൻ്റെ അമ്മേൻ്റെയും മകൻ്റെ കുട്ടിയായിരുന്നു. അപ്പോൾ അവരെവിടെയെന്ന് നമ്മൾ എന്തായാലും ചോദിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അപ്പം മകനും ഭാര്യയും ഒക്കെ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ആ ഭാര്യ ആ മക്കളുടെ അമ്മ ഒളിച്ചോടിപ്പോയി, ഒരാളെ കൂടെ പോയി. അവർ പോയ ശേഷം മാനസികമായിട്ട് വിഷമമായിട്ട് ഈ കുട്ടിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ ഇങ്ങനത്തെ എല്ലാം നേരിട്ട് കേൾക്കുന്നത് ആദ്യമായിട്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ന്യൂസിൽ അങ്ങനെയെല്ലാം കേട്ടിട്ടല്ലാണ്ട് ഇത് ഇങ്ങനെ നേരിട്ട് കേൾക്കുന്നത് ആദ്യമായിട്ട്. ആ 2 മക്കൾക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല. അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്കത് കേട്ടപ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ എന്തോ ഒരു സങ്കടം വന്നു കേട്ടോ. ആ അച്ഛനാണെങ്കിൽ പണിക്ക് പോകാനും പറ്റൂല, കുട്ടിയുടെ അച്ഛന് പണിക്ക് പോകാനും പറ്റൂല. എന്തോ ഓപ്പറേഷൻ കഴിഞ്ഞതാണെന്നാണ് അവർ പറഞ്ഞത്. എന്താണെന്ന് എനിക്കിപ്പോൾ അത്ര ഓർമ്മ വരുന്നില്ല. ആ അമ്മ മാത്രമാണ് പണിക്ക് പോകുന്നത്. അവർ പണിക്ക് പോയിട്ടാണ് കേട്ടോ ആ കുട്ടികളെ നോക്കുന്നത്. ഒരു കുട്ടി 3ാം ക്ലാസ്സിലും ഒരു കുട്ടി 5ാം ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത്. 2 ആൺകുട്ടികളാണ്. എനിക്കവരെ കഥയൊക്കെ കേട്ടപ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കേട്ടോ. ആ അമ്മ പറഞ്ഞു ഞാനാണെങ്കിൽ പണിക്ക് പോയിട്ട് വന്നിട്ടാകുമ്പോൾ ഇവർ പറഞ്ഞില്ല, കുറേ കഴിയുമ്പോഴാണ് പറഞ്ഞത്. അതുകൊണ്ട് രാത്രിയായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ 24 മണിക്കൂറിനുള്ളിൽ ഇഞ്ചക്ഷൻ വെക്കണമല്ലോ. ഞങ്ങളും അങ്ങനെയാണ് പെട്ടത്. നമുക്കറിയാത്തത് കൊണ്ടാണ് ലേറ്റായി പോയി. എപ്പോഴാണ് പൂച്ച മാന്തിയത് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. ഞങ്ങൾ അന്ന് വീട്ടിലില്ലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കളെ 2ആളെയും അവിടെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് വന്നത്. മിന്നു ആണെങ്കിൽ ഇങ്ങനെ മുറ്റത്തേ നടക്കൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ പൂച്ചയുടെ എന്തോ കൊങ്കണ്ണം കളിച്ചിട്ടുണ്ടാവും.
അതാണത് മാന്തിയത്. ചെറുങ്ങനെ മാന്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും നമുക്ക് ടെൻഷനായിട്ടോ. രാവിലെ വെച്ചാൽ മതിയായിരുന്നു. ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ രാവിലെ വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ എപ്പോൾ ഇത് മാന്തിയെന്ന് അറിയില്ല. 24 മണിക്കൂറിനുള്ളിൽ വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നേരെ കാഞ്ഞങ്ങാടേക്ക് പോയത് കേട്ടോ. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവരോട് നമ്മളിങ്ങനെ വെറുതെ ഹസ്ബൻഡ് ചോദിച്ചു എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പോകുന്നത് നാളെ രാവിലെ പോകുന്നു, അങ്ങോട്ട് ഇപ്പം ബസ്സില്ല, രാവിലെ ബസ്സുള്ളൂ, പിന്നെ ഇപ്പം പോകണമെങ്കിൽ റിക്ഷയിലാക്കിയിട്ട് പോകണ്ടേ, അതിനത്ര പൈസയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതൊക്കെ കേട്ടപ്പോൾ എനിക്കില്ലേ വല്ലാത്തൊരു സങ്കടമായി. എന്താണെന്നറിയില്ല. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവുന്നോ, നിങ്ങൾക്ക് സങ്കടമാവുന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഒരാഴ്ച അതെൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. ഇപ്പോൾ പോലും എനിക്കത് മറക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ, എനിക്കത് അത്രക്കും എൻ്റെ മനസ്സിനെ ഹേർട്ട് ചെയ്തൊരു സംഭവമായിരുന്നു അത്. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങൾ പോകുമ്പോൾ നിങ്ങളെ വിടാം എന്ന് പറഞ്ഞു. അവരുടെ വീട്ടിൻ്റെ നെയിം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കുറേ പോകാനുണ്ടായിരുന്നു. ആദ്യം ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങൾ ആ ടൗണിൽ വിടാം നിങ്ങളെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് പാവം തോന്നിയിട്ട് അവരെ വീട്ടിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവിട്ടു കേട്ടോ. അവർ വീട്ടിലേക്ക് വണ്ടിയൊന്നുമില്ല. പിന്നെ മുകളിലേ പോകുന്ന ടാറിട്ട റോഡിൻ്റെ സൈഡിൽ നമ്മൾ ഇറക്കി വിട്ടു. അവിടുന്ന് അങ്ങോട്ട് റോഡില്ല, പിന്നെ നടന്നിട്ട് പോകേണ്ടതാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ആക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അവരവിടെ ഇറക്കിയിട്ടാകുമ്പോൾ അവർ നമ്മളെടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞു. പിന്നെ നിങ്ങളെ നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ രാത്രിയല്ല, അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നു കേട്ടോ. പക്ഷെ അവർക്ക് ആ ഉപകാരം ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി. എനിക്കിപ്പോൾ തന്നെ പറയുമ്പോൾ കണ്ണ് നിറയണു ഗൈസ്. കാരണം സ്വന്തം അമ്മ പോലും ആ മക്കളെ വിട്ടിട്ട് പോയിട്ട് ഇവർ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു അച്ഛമ്മേനെയും അച്ചച്ചനെയൊക്കെ കിട്ടാനും ഭാഗ്യം വേണം അല്ലേ. ആ മക്കൾക്ക് ആ ഭാഗ്യമുണ്ട്, അതെനിക്ക് തോന്നി. ആ മക്കളുടെ അച്ഛനും അച്ഛമ്മക്കും എല്ലാം ദീർഘായുസ് കൊടുക്കട്ടെ. എന്നാലല്ലേ ആ മക്കൾക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റൂ. അങ്ങനെ അവർ നന്നായിട്ട് ജീവിക്കട്ടെ. അവർക്ക് എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അത്രയും നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റൂ. അങ്ങനെ നമ്മുടെ ഈ കഥ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു കഥയും കൂടിയുണ്ട്. അതൊരു വലിയ കഥയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇതെന്ത് എന്ന് നിങ്ങളൊക്കെ വിചാരിക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് അവരുടെ ജീവിതം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയിൽ പെരളെടുക്കാൻ ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 തവണ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ടാകുമ്പോൾ ശരിയായില്ല. പിന്നെ അങ്ങനെ രണ്ടാമതൊക്കെ പോയിട്ടാകുമ്പോഴാണ് അത് ശരിയായത്. അങ്ങനെ 2-3 തവണ പോയിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് തവണ നമ്മൾ എന്ന് പോയെന്നാണ് നമ്മൾ ഒരു ഫാമിലിയെ കണ്ടത് കേട്ടോ. അപ്പോൾ ഒരു അമ്മയും 3 മക്കളുമായിരുന്നു. 2 പെൺമക്കളും ഒരു ആൺകുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ നമ്മുടെ അടുത്ത സീറ്റിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം മിന്നൂട്ടിക്കാണെങ്കിൽ കളിക്കാൻ പിള്ളേരെ കിട്ടിയപ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഒരു 3.5 വയസ്സുള്ള ഒരു കുട്ടിയും പിന്നെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആൺകുട്ടിയായിരുന്നു. പിന്നെ 2 പെൺകുട്ടികളുമാണ്. അപ്പോൾ പെൺകുട്ടികൾ 2 പേരും മിന്നൂട്ടിയും ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുകയും ചെയ്തു. അത് സ്വാഭാവികമാണല്ലോ. ഇവർ 2 പേരും കളിക്കുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പം എവിടെ നിന്ന് വരുന്നു, മക്കൾ എത്രയിലാണ് പഠിക്കണേ, പേരെന്താ, അങ്ങനെയൊക്കെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെയാണെങ്കിൽ ഇവർ കളിച്ച് ആ ബാങ്ക് തന്നെ എടുക്കാൻ തുടങ്ങി. ഭയങ്കര ചിരിയാണ് കേട്ടോ. ആ 2 മക്കളുടെ ചിരി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല പല്ലും. എനിക്ക് അതുകൊണ്ട് ഞാൻ ഭയങ്കര അവരിങ്ങനെ ചിരി എന്നെ നോക്കിക്കൊണ്ടിരുന്ന നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചിരി കാണാൻ. ആദ്യം ചെറുങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സൗണ്ടായിട്ടോ ചിരിക്കൊക്കെ മോക്ക് ചെറിയവൾക്ക്. പിന്നെ മിന്നുവിൻ്റെ കാര്യം പറയണ്ടല്ലോ. അവർ 2 പേരും കൂടിയിട്ട് ആ ബാങ്ക് അങ്ങ് മറച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര സൗണ്ടാക്കിയപ്പോൾ ഹസ്ബൻഡ് ചെറുങ്ങനെ ഒന്ന് പേടിപ്പിച്ചു കേട്ടോ. വെറുതെ ഇങ്ങനെ മീശയൊക്കെ പെറ്റിട്ട് തമാശയ്ക്ക്. അപ്പോൾ കുട്ടി ഒന്ന് പേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നു കുറച്ച് സമയം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് മെല്ലെ പറഞ്ഞു അവർക്ക് അച്ഛനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറ്റിയത് ചോദിച്ചു. ഈ സ്കൂട്ടിയിൽ വരുന്ന സമയത്ത് വണ്ടീൻ്റെ മുകളിലോട്ട് മരം പൊളിഞ്ഞു വീണിട്ട് മരിച്ചു പോയി എന്ന് പറഞ്ഞ്. അതും കൂടി കേട്ടതോടെ ഞാനാകെ ഫ്ലാറ്റായിട്ട് അതുവരെ ഉണ്ടായ സന്തോഷമൊക്കെ എനിക്ക് പോയി. ഞാൻ പെട്ടെന്ന് ആകെ സങ്കടപ്പെട്ടു പോയി. എന്ത് സംഭവം, എനിക്ക് അതും ചെറിയ മക്കൾ, എൻ്റെ അത്ര പ്രായം പോലും ഉണ്ടാവില്ല കേട്ടോ പെണ്ണിന്. മക്കൾക്കാണെങ്കിൽ കുറച്ച് കുരുത്തക്കേട് അധികമാണ്. അപ്പോൾ അതൊക്കെ പറയണം. സ്കൂൾ തുറന്നാൽ കുറച്ച് സമാധാനം ഉണ്ടായേന്, ഭയങ്കര കുരുത്തക്കേടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാമല്ലോ സ്ഥിരമുള്ളതാണല്ലോ നമ്മളിവിടെയൊക്കെ കുരുത്തക്കേട്. അതുകൊണ്ട് പിന്നെ അത് വലിയ വിഷയമായിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്കതൊന്നും അല്ല കേട്ടോ സങ്കടം ഉണ്ടായിരുന്നത്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഭർത്താവ് മരിക്കുകയും ചെയ്തു. ഈ കുട്ടികളെ എങ്ങനെ നോക്കും, കുഞ്ഞു മക്കളല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ടാണ്. ഞാൻ വേറെ എവിടെയോ ലോകത്തായിരുന്നു. അങ്ങനെ എന്താ നമ്മുടെ വീഡിയോ ഒക്കെ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ കഥ പറഞ്ഞിട്ടുണ്ട്. ബോറടിപ്പിച്ചെങ്കിൽ സോറി കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.